السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏറ്റവും കൂടുതൽ ഇന്ന് കുടുംബങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം. അവിഹിത ബന്ധത്തിന് ഇന്ന് യാതൊരു കൺട്രോളും ഇല്ല, ലിമിറ്റില്ല, ഏജ് ലിമിറ്റില്ല, സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല. ഈ കൊറോണ വന്ന സമയത്ത് പോലും സാമൂഹിക അകലം പാലിക്കണമെന്ന് പറഞ്ഞിട്ടും അവിഹിത ബന്ധത്തിന് ഒരു കുറവും വന്നിട്ടില്ല. കാര്യം അവിഹിത ബന്ധം ഏർപ്പെടണമെങ്കിൽ അകന്നുനിന്നാ പറ്റൂലല്ലോ, അടുത്തെങ്കിലല്ലേ പറ്റൂ. അപ്പൊ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അവിഹിത ബന്ധം ഈ കൊറോണ കാലഘട്ടത്തിൽ നടത്തിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻഷാ അല്ലാഹ് അങ്ങനെ നരകയാതന അനുഭവിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട്. നമ്മുടെ മജ്ലിസിൽ തന്നെ മജ്ലിസുൽ ഖാദിരിയ ഏകദേശം 1000-ഓളം ആളുകളുള്ള ഈ ഗ്രൂപ്പില് എത്രയോ സഹോദരിമാര് എന്നെ വിളിക്കാറുണ്ട്, എന്റെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്, എന്നോട് വിഷമങ്ങൾ പറയാറുണ്ട്. പറയുന്നതിൽ 99% അവിഹിത ബന്ധമാണ്. ഇക്കായ്ക്ക് വേറൊന്നുണ്ടെന്നാ പറയുന്നത്. ഇക്കായ്ക്ക് വേറൊന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു നോക്കി, നിങ്ങൾക്ക് വേറൊന്നുണ്ടോ? ഇല്ല, എനിക്ക് വേറൊന്നുമില്ല. അപ്പൊ ഇക്കായ്ക്ക് എന്താ വേറൊന്ന് വരാൻ കാരണം? അത് ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പൊ ഈ അടുത്തായിട്ട് അങ്ങനെ മാറിയത്. ഞാൻ ചോദിച്ചു, ഒരിക്കലും ഒരാൾക്ക് വേറൊരു അവിഹിത ബന്ധം നിങ്ങളിൽ നിന്നും ഒരു തെറ്റ് സംഭവിക്കാതെ വരൂല. ഒരു കാരണം, ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഭാര്യമാരാണ്. അതെന്താന്ന് ചോദിച്ചാല്, അവർ രണ്ടുപേരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഓരോ വിഷയങ്ങളും കേൾക്കുമ്പോഴാണ്, അതിനെ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിഷയം. രണ്ടാമതൊരു അവിഹിത ബന്ധത്തിന് അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുത്ത കാരണം ഈ ഫോൺ വിളിക്കുന്ന താത്ത തന്നെയാണ്. താത്ത ഒപ്പിച്ച പണിയാ. അപ്പൊ അവൻ നോക്കുമ്പോ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ഹോട്ടലിൽ തന്നെ കയറി ഭക്ഷണം കഴിക്കണ്ട, ഹോട്ടലിൽ നിന്ന് മാറി കയറാം. അവൻ കയറി. മാത്രമല്ല, ഈ ഹോട്ടലിൽ നിന്ന് ടേസ്റ്റ് വ്യത്യാസം വരുന്നതുമില്ല. ഈ ഹോട്ടലിലെ സ്വഭാവത്തിന് ഒരു ക്രൂരത കൂടുന്ന പോലെ ഭക്ഷണം ചോദിച്ച വലിയ പാടാ തരാന്. വന്നു കയറിയാൽ വെള്ളമില്ല കുടിക്കാൻ. അപ്പൊ അവൻ നോക്കിയപ്പോ വേറൊരു ഹോട്ടലിൽ ചെന്നാൽ നല്ല സ്വീകരണം, പെട്ടെന്ന് ഭക്ഷണം തരുന്നു, വെള്ളം തരുന്നു. എന്തിനാണ് സഹോദരിമാരെ ഈ അവസ്ഥ നിങ്ങൾ ഒപ്പിച്ചു വെക്കുന്നത്? നിങ്ങൾ എന്തിനാണ്? നിങ്ങൾ തുടക്കം കാണിച്ച സ്നേഹം ഒടുക്കവും കാണിച്ചാൽ ആ മനുഷ്യൻ ആ ഹോട്ടലിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ. നിങ്ങളാണ് പണി ഒപ്പിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു അവിഹിത ബന്ധം സംഭവിച്ചു പോയെങ്കിൽ എന്നെ അതിന്ന് മൂപ്പരെന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അതിനൊരു മാർഗം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. പക്ഷേ ഇത് മൂപ്പരോട് പറഞ്ഞു തന്നിട്ട് അടിയും വഴക്കൊന്നും കൂട്ടരുത്. ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും മാത്രമാണ് നമ്മുടെ ചികിത്സകൾ മുഴുവനും. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ ചികിത്സകൾ ചെയ്യാം. അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ട്, വാട്സാപ്പ് ചാറ്റ്, കോളിങ്, പിന്നെ അല്ലാതെ തന്നെ ഡയറക്റ്റ് പോവുക. അപ്പൊ ഇതിനൊക്കെ അവസരം ഒരുക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം കെണിയിൽ വീണിട്ട് എന്റെ മാരൻ കെണിയിൽ വീണെന്ന് മോങ്ങിക്കൊണ്ട് നടക്കാതെ പണി ഒപ്പിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. മാരൻ കെണിയിൽ വീഴാതിരിക്കാൻ മാരി ശ്രദ്ധിക്കുക. അപ്പോ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു പോയ ആളുകളെ
ആ ബന്ധം സത്യത്തിൽ അവിഹിത ബന്ധം എന്ന് പറയുന്ന ഒരു നല്ല ബന്ധമല്ല, ഹലാലായ ബന്ധമല്ലല്ലോ. അപ്പൊ ഹലാലായ ബന്ധമല്ലാത്ത ഹറാമായ ഒരു സ്വഭാവത്തിൽ നിന്നും രണ്ടുപേരെ തെറ്റിക്കുന്നതിന് കുഴപ്പവും ഇല്ല. മറിച്ച് അവർ നിക്കാഹ് കഴിച്ചെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ട. നിക്കാഹ് കഴിച്ചിട്ടാണ് ഒരു അവിഹിത ബന്ധം എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അതിന്റെ പിറകെ കൂടണ്ട. കാരണം അവർ നിക്കാഹ് കഴിഞ്ഞു, ഹലാലാണ്. പത്രത്തിലും നിങ്ങളുടെ വായിലും മാത്രം ചിലപ്പോൾ അവിഹിത ബന്ധം എന്നായിരിക്കും പേര്. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് തെറ്റൊന്നുമില്ല. നിക്കാഹ് കഴിച്ചെങ്കിൽ നിക്കാഹ് കഴിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇക്കാട് അവിഹിത ബന്ധത്തിന്റെ പിന്നാലെ തൂങ്ങാൻ. ഏതായിരുന്നാലും അവിഹിത ബന്ധം അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്നും സലാമത്താകാൻ എന്താ ചെയ്യേണ്ടത്? 7 കല്ലുപ്പെടുക്കുക, 7 കഷണം കല്ലുപ്പെടുക്കുക. എന്നിട്ട് 7 പ്രാവശ്യം ഈ കല്ലുപ്പിനകത്ത് ഈ 7 കല്ലുപ്പെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്സൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. എങ്ങനെ? വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്സൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് 7 പ്രാവശ്യം ഓതിയിട്ട്, അപ്പൊ ഈ 7 പ്രാവശ്യം ഈ ആയത്ത് ഓതുമ്പോ ഏതൊക്കെ ബന്ധങ്ങളാണ് അഥവാ ഏതൊക്കെ അവിഹിത ബന്ധങ്ങളാണ് തമ്മിൽ അകലേണ്ടത്, ആ അവിഹിത ബന്ധങ്ങളുടെ ആളുകളെ മനസ്സിൽ രൂപം കൊണ്ടുവന്ന് നല്ല നീയത്തോടുകൂടി ഹലാലായ ബന്ധം വേർപെടുത്തുന്നതിനെ കുറിച്ചല്ല ചർച്ച. അത് ശ്രദ്ധിച്ചോണം. ഓ എന്റെ വാപ്പ ശരിയല്ല, എന്റെ വാപ്പായും കൊച്ചുമായും ഇപ്പൊ ഞാൻ തെറ്റിച്ചളയാം, ആ പണി എടുക്കരുത്. എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയും അവളാ പണി എപ്പിച്ച അവരന്മാർ രണ്ടുപേരും ഇപ്പൊ തെറ്റിച്ചളയാം, ആ പണി എടുക്കരുത്. അവിഹിത ബന്ധം, ഹലാലല്ലാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ബന്ധങ്ങൾ ആരാണെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രണ്ടാക്കാം, അതിൽ നിന്ന് സലാമത്താക്കാം. അതിന് ചെയ്യേണ്ടത് 7 കഷണം കല്ലുപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ പരലുപ്പ് എന്ന് പറയും. അതെടുത്തിട്ട് 7 പ്രാവശ്യം നീയത്തോടു കൂടി വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്സൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് ഓതിയിട്ട് ഈ 7 കഷണം കല്ലുപ്പ് പരലുപ്പ് എന്ത് ചെയ്യുക? തീയിലേക്ക് ഇടുക. ഇൻഷാ അല്ലാഹ് ആ അവിഹിത ബന്ധം അല്ലാഹു തആല സലാമത്താക്കി തരും. വീണ്ടും അടിവരയിട്ട് പറയുന്നു, അവിഹിത ബന്ധത്തിന് വേണ്ടിയാണ് ഈ പണി എടുക്കേണ്ടത്. ചേട്ടനെയും ചേട്ടത്തെയും പറ്റിക്കാനും മാമി മാമായി രണ്ടാക്കാനും ഈ പണി എടുക്കരുത്. അത് എടുക്കുന്നവനിക്ക് ആ പണി തിരിച്ചടിക്കും. അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.